joining me today. Thank you. So, Daddy, let's start off with introducing yourself. Daddy, അറിയാത്തവർക്ക് വേണ്ടി ഡാഡിയെ പറ്റി something about tell an introduction about yourself. ഞാൻ ഒരു വലിയ മഹൽ വ്യക്തി എന്ന് പറയാനായിട്ട് ഒന്നുമല്ല. ഞാനൊരു സാധാരണ പച്ചയായ മനുഷ്യനാണ്. ഞാൻ ജനിച്ചു വളർന്ന പാരമ്പര്യം പെന്തക്കോസ്ത് പാരമ്പര്യമായിരുന്നു. ചെറുപ്രായത്തിലെ ഒരു പെന്തക്കോസ്ത് മാതാപിതാക്കന്മാരുടെ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. കൂടാതെ പെന്തക്കോസ്ത് പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ ജനിച്ച കാലയളവിൽ പെന്തക്കോസ്തുകാർക്ക് ഇന്ന് കിട്ടുന്ന മാന്യതയോ ആ ഒരു സ്വീകാര്യതയൊന്നും സമൂഹത്തിലില്ലായിരുന്നു. കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ പിന്നെ ഒരു പരിഹാസപാത്രമായിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു പെന്തക്കോസ്തുകാർ. പ്രത്യേകിച്ച് എൻ്റെ പേരും ഒരു വിചിത്രമായ പേരായതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒത്തിരി എൻ്റെ സഹപാഠികളുടെ ഇടയിൽ ഒത്തിരി പരിഹാസമൊക്കെ. എൻ്റെ പേര് ഷാജി ലാൽ വിശ്വാസ് എന്നാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ പിതാവ് എനിക്കിട്ട പേര് ഷാജി ലാൽ വിശ്വാസ് എന്നായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ചേർക്കുന്നത് തടിയൂർ ശബരിമാങ്കൽ NLP സ്കൂൾ എന്ന് പറയുന്നത് നോയൽ മെമ്മോറിയൽ LP സ്കൂൾ എന്ന സ്കൂൾ അവിടെ ചേർക്കുന്നത്. എൻ്റെ പിതാവ് എന്നെ ചേർക്കാൻ നേരത്തെ എൻ്റെ പേര് ഷാജി ലാൽ വിശ്വാസ് എഴുതി കൊടുത്തു. അപ്പൊ അന്ന് അവിടെ ഒരു മറിയാമ്മ സാർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിരുന്നു അന്നത്തെ അസിസ്റ്റന്റ് ഹെഡ്മിസ്ട്രസ്. പുള്ളിക്കാരി ധരിച്ചു ഇദ്ദേഹം ഒരു പാഷയുടെ മകനായതുകൊണ്ട് ഇവൻ ഭാവിയിൽ ഒരു നല്ല വിശ്വാസിയാട്ടെന്ന് കരുതി അവന്റെ അപ്പൻ അവന് ഫാദർ പാസ്റ്ററാണല്ലോ. അപ്പൊ അതുകൊണ്ട് വിശ്വാസിയാണെന്നുള്ളത് ആ ധാരണയിൽ വിശ്വാസം പുള്ളിക്കാരി വിശ്വാസം അതുകൊണ്ട് ഇപ്പോഴെന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സിന്റെ പേര് ഷാജി ലാൽ വിശ്വാസ്. So, Daddy, getting into this session, I just want to start. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് COVID-19. സോ എവിടെ നോക്കിയാലും അതിനെ പറ്റിയുള്ള ന്യൂസ്, ആൾക്കാർ സംസാരിക്കുന്നതാണെങ്കിലും ആൾക്കാർ കൂടുതൽ ജാഗ്രത പാലിച്ചപ്പോഴും ജീവിക്കുന്ന എല്ലാം ഇസ് ജസ്റ്റ് വൺ റീസൺ COVID-19. പണ്ട് എപ്പോഴും ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് ഫുൾ വേൾഡിൽ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ പണ്ട് എപ്പോഴേലും ഇൻ യുവർ ലൈഫ് ടൈം എപ്പോഴേലും ഇങ്ങനൊരു സിറ്റുവേഷൻ വേർ ദ ഹോൾ വേൾഡ് വെന്റ് അണ്ടർ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ അതിൽ നിന്നും പുറത്തു വന്നത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തില് എൻ്റെ ജീവിത യാത്രയിൽ ഈ നിമിഷം വരെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പല ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പത്തില് 2 യുദ്ധങ്ങൾ ഇന്ത്യയിലുണ്ടായി. 2 പ്രാവശ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തു. ആ സമയത്ത് എനിക്കറിയാം. പക്ഷേ അന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിന്റെ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പരിസരങ്ങളിൽ യുദ്ധം നടന്നിട്ടില്ല. പക്ഷേ യുദ്ധത്തിന്റെ ആ തീവ്രമായ പ്രയാസം നമ്മുടെ ഭവനങ്ങളുണ്ടായിരുന്നു. കാരണം ഉദാഹരണത്തിന് എൻ്റെ ജ്യേഷ്ഠന്മാരോ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ ആരെങ്കിലും മിലിറ്ററി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ പഞ്ചാബിലോ കാശ്മീരിലോ ഒക്കെ അതിർത്തിയിൽ യുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ കുറിച്ചുള്ള ആശയങ്ങൾ അന്നത്തെ കാലത്ത് പിന്നെ ടെലിവിഷൻ ഒന്നുമില്ല, റേഡിയോ ആണുള്ളത്. റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 2ാമത്തെ പാകിസ്ഥാൻ യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ രാത്രി എല്ലാം പോയിട്ട് അന്ന് പ്രത്യേക കമന്ററി ഉണ്ട് ദൂരദർശന്റെ ആകാശവാണിയുടെ. അതിനകത്ത് നമ്മുടെ ഭടന്മാരെ മുമ്പോട്ട് നീക്കൊണ്ടിരിക്കുന്നു, യാഹിയാട് നയിക്കുന്ന പാകിസ്ഥാൻ പട്ടത്തോ ഇങ്ങനെ കമന്ററി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ പല പട്ടാളക്കാർ മരിക്കുന്നതായിട്ടും അവരുടെ ഡെഡ് ബോഡി നാളെ കൊണ്ടുവന്നതായിട്ട് വീരമൃത്യു വെച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തില് നമ്മുടെ ചില ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം വന്ന് കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇതിനേക്കാൾ തീവ്രമായ പല പാൻഡമിക് അസുഖങ്ങൾ ഞാൻ നേരിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മയുള്ളൊരു അനുഭവം ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഇറാഡിക്കേറ്റ് ചെയ്തു. ചിക്കൻ പോക്സ് പോലെ തന്നെ വരും. പക്ഷെ അത് ശരീരത്തെല്ലാം ഇങ്ങനെ പരുക്കളായിട്ട് വന്നിട്ട് ആ പരുക്കൾ പൊട്ടി അത് നിമിത്തമായിട്ടുള്ളതായ പിന്നെ എന്താ പറയുന്നത് അത് ആ പരുക്കൾ വന്ന നിമിത്തം കൊണ്ട് പിന്നെ ഇൻഫെക്ഷനായിട്ട് പനി കൂടിയിട്ടൊക്കെ മരിക്കും. പക്ഷെ അത് കൂടാതെ പിന്നെ അതിന് സിവിയറായ പല പ്രോബ്ലംസ് ഉണ്ട്.
അത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? അത് നോർമലി വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു. ഇതുപോലെ തന്നെ ലൈക്ക് ആൾക്കാർ അത് എനിക്കറിയത്തില്ല വെള്ളത്തിൽ കൂടെയാണ്, പക്ഷെ അതൊരു വൈറൽ അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ആ കാലത്ത് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അന്ന് ഇന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതിനെ നമ്മുടെ തലമുറ അതിജീവിച്ചു. അപ്പൊ എനിക്ക് ഓർമ്മയായ കാലത്തും ഈ വസൂരി വിരുന്ന് പറയാൻ, പ്രത്യേകിച്ച് ഈ മഴക്കാലം കഴിഞ്ഞ് ചൂടുകാലം തുടങ്ങുന്ന സമയത്താണ് ഈ വസൂരി പടരുന്നത്. മസൂരി വിരുന്ന് പറയുമ്പോൾ പേടിയായിരുന്നു, പ്രത്യേകിച്ച് പേടിക്കാൻ കാരണം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള 1968 അന്ന് എന്റെ പിതാവ് ചിറ്റാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുക. അപ്പൊ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്റെ പിതാവ് എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും ഒരു ബുധനാഴ്ച ദിവസം അങ്ങ് ചിറ്റാറിലേക്ക് പോകും. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച മാത്രമേ വീട്ടിൽ തിരിച്ചു വരത്തുള്ളൂ. വീട്ടിൽ 2-3 ദിവസമേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ചെറുപ്രായം വളരെ കുസൃതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വല്യപ്പച്ച സുഖമില്ലാതെ വീട്ടിലിരിക്കുക, എന്റെ അമ്മയുടെ അപ്പൻ. അപ്പോഴ് ഞാൻ ഭയങ്കര ശബ്ദം ഉണ്ടായിക്കൊണ്ട് അവിടെ ഓടുന്നു. പ്രത്യേകിച്ച് എന്റെ കുറെ കസിൻസ്, ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി താമസിക്കുന്നത്. അവരുടെ മക്കളുമായിട്ട് ഭയങ്കര ബഹളം, കളിയും ബഹളമായിരിക്കും. അപ്പൊ ഈ അപ്പച്ചൻ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേയില് എന്റെ ഫാദർ വന്നപ്പം എന്റെ അമ്മ എന്നെ കുറച്ച് ക്വാറന്റൈൻ വെക്കാൻ തീരുമാനിച്ചു, അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു. എന്റെ അമ്മ എന്റെ പപ്പായ ഉപദേശം കാണിക്കുന്നു. ഉപദേശിച്ച് ഈ ഷാജിയെ കുറച്ച് ദിവസത്തേക്കുള്ള ഒന്ന് മാറ്റി, എന്റെ അപ്പച്ചന് സുഖമാകുന്നത് മാറ്റാണ്. അങ്ങനെ എന്റെ പിതാവിന്റെ കൂടെ ഞാനും ചിറ്റാറിലേക്ക് പോയി. അപ്പൊ അന്നത്തെ കാലത്ത് ചിറ്റാർ എന്ന് പറയുന്നത് ഈ നമ്മുടെ കിഴക്കനേറിയ പ്രദേശമാണ്. ഇന്നത്തെ പോലെ ഡെവലപ്ഡ് അല്ല, 10-50 വർഷം മുമ്പുള്ള സംഭവമാണ്. അപ്പൊ അവിടെ പിന്നെ കാട്, ഈ വടശ്ശേരിക്കൽ എന്ന സ്ഥലം വരെയാണ് കുറച്ച് ഡെവലപ്പായിട്ടുള്ള സ്ഥലം. അപ്പൊ ഞങ്ങളൊന്ന് റാന്നി പോയി. റാന്നി വടശ്ശേരിക്കൽ ഒരു ലൈൻ ബസ്സുണ്ട്. വടശ്ശേരിക്കൽ ചിറ്റാറിലേക്ക് ഒരു ബസ് കണ്ടുണ്ട്. ആ ബസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പൊ ഞങ്ങൾ ഒരു 5-5:30 സന്ധ്യയായ സമയത്ത് പതിവ് പോലെ ആ സമയത്ത് നിന്ന് കൃത്യമായിട്ട് ആ ബസ് വരുന്ന സമയത്ത് ബസ് കാത്ത് നിന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ആ ബസ്സിന് ഏതോ തകരാറ് പറ്റിയത് കൊണ്ട് നോക്കിയപ്പോൾ എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ അങ്ങോട്ട് യാത്ര നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി കമ്പനിയായി ഇനി എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കൊണ്ടൊരു ജീപ്പുകാരൻ, അദ്ദേഹം ജീപ്പാണ് അങ്ങോട്ടുള്ളത്. ഒരു ജീപ്പുകാരൻ വന്നു കഴിഞ്ഞാൽ എന്റെ പപ്പ എന്നെ വലിച്ചോണ്ട് എങ്ങനെയോ ആ ജീപ്പിനകത്തുകൊണ്ട് കയറി പറ്റി. ഞങ്ങൾ കയറുമ്പോൾ ഒരു 10-8-9 പേരേ ഉള്ളായിരുന്നു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് 10-25 പേര് ആ ജീപ്പിനകത്ത് കയറി. അന്നത്തെ കാലത്ത് അതൊന്ന് പിടിക്കാൻ സ്ഥലം കിട്ടിയ അതുപോലെ ആൾക്കാര് ജീപ്പിന്റെ പുറകെ. അത് ബസ് എന്ന് പറയുന്നത് വളരെ ഇതിനകത്ത് ശ്വാസം കിട്ടത്തില്ല. എന്നാലും ഒരു പ്രശ്നമില്ലാതെ ആ ജീപ്പ് ഞങ്ങളെ മുമ്പോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ജീപ്പ് ആക്സിഡന്റ് ഓടിക്കും. അടിച്ചപ്പോഴത്തേക്ക് സന്ധ്യ ആകുമ്പോൾ അന്നത്തെ പോലെ വൈദ്യുതി വിളക്കുകളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ അതിനകത്തുനിന്ന് ഒരു നാരായണപിള്ള എന്ന അദ്ദേഹത്തിന് പേരുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ചിറ്റാറിൽ നടക്കാൻ പോവാണ്. അപ്പൊ ഈ പറയുന്ന വണ്ടി കേടായ സ്ഥലത്തു നിന്ന് ഒരു 5-6 കിലോമീറ്റർ നടക്കണം. പിന്നെ നടക്കണം, അത് മൈൽ എന്ന് പറയും, 2-3 മൈൽ നടക്കണം. അപ്പൊ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ നടക്കാൻ പോവാ. ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം ഞാൻ നടക്കാൻ പോവാന്ന് പറഞ്ഞ ധൈര്യം. അദ്ദേഹത്തിന്റെ ഒരു ടോർച്ചുണ്ട്, അന്നത്തെ കാലത്ത് ടോർച്ച, ബാറ്ററി ടോർച്ച. ജീപ്പ് എന്ന് പറഞ്ഞ കമ്പനിക്കാരെടുക്കുന്ന ടോർച്ച. അന്നത്തെ കാലത്ത് വലിയ അഡ്വർടൈസ്മെന്റ്, ജീവൻ സാത്തി ജീപ്പ്. ഇന്ന് ഒരു സർപ്പത്തിന്റെ പടം കാണിച്ച് ഈ ടോർച്ചാണ്. ഈ ടോർച്ച് അദ്ദേഹത്തിന് എന്റെ ടോർച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹം ഇങ്ങനെ മുമ്പ് പോയി ഞങ്ങൾ കുറെ സന്ധ്യയായി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പിന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ റോഡെന്ന് പറഞ്ഞു ടാർ റോഡൊന്നും അല്ല, വെറും മണ്ണുള്ള. അപ്പൊ എന്റെ പിതാവ് എന്നെ ഒരു കയ്യില് ബൈബിളും ആണെങ്കിൽ ബാഗ് ഒരു കയ്യില് താൻ എന്നെ വരച്ചു പിടിച്ചു നടക്കുക. ഞാൻ എന്റെ കുഞ്ഞിക്കാലം കൊണ്ട് നടന്ന് പക്ഷെ പപ്പ എന്നെ എടുക്കും, പിന്നെ ഈ ബാഗ് താത്തു വെക്കും. ഇങ്ങനെ കുറേ നടന്ന് ഞാൻ നടന്ന് ക്ഷീണിച്ചു. അവസാനം ഞങ്ങൾ സന്ധ്യയായി കഴിഞ്ഞപ്പം ഈ ചിറ്റാർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ 2-3 കടകളൊക്കെ ഉള്ള അവിടെ. കടകളെല്ലാം ഈ മണ്ണെണ്ണ വിളക്കും പെട്രോമാക്സ്. അന്ന് വൈദ്യുതി ഇല്ല, പെട്രോമാക്സ് ഒക്കെ അറിയാം. അപ്പൊ അവിടെ ഒരു കടയില് പെട്രോമാക്സ് നിങ്ങൾക്ക് അറിയത്തില്ല, ലാൻഡേൺ പോലെ തന്നെ. പക്ഷെ അത് ഈ പമ്പ് ചെയ്ത് മണ്ണെണ്ണ പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുമ്പോ അതിന് ഗ്യാസ് കൊണ്ട് മാറ്റിൽ എന്ന് പറയും. അത് കത്തിക്കഴിഞ്ഞാൽ നല്ല പ്രകാശമാണ്. നമ്മുടെ ഒരു ഫ്ലൂറസൻ ലാമ്പിന്റെ വെട്ടമാണുള്ളത്. അപ്പൊ അന്നത്തെ കാലത്ത് പബ്ലിക് ഗ്യാതറിങ്സിന്, വീടുകളിലെ കോട്ടേജ് മീറ്റിങ്ങൊക്കെ ഉപയോഗിക്കുന്നത്, വെട്ടത്തിന് ഉപയോഗിക്കുന്നത് പെട്രോമാക്സ്. ഇടയ്ക്ക് ഒരാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്ത് കൊടുക്കണം, കത്തിക്കൂട്ടി. അതേ ഉള്ളൂ.
അപ്പൊ അതൊരു 1-2 മണിക്കൂർ കത്തും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പെട്രോമാക്സ് വെച്ച് കത്തിച്ചിട്ടുള്ള ഒരു കടയിൽ നിന്ന് എന്റെ പിതാവ് ഒരു മെഴുകുതിരി വാങ്ങിച്ച് മെഴുകുതിരി പിടിച്ചിട്ട് കുറച്ച്, പിന്നെ അവിടുന്ന് ഈ ജനക്കൂട്ടെല്ലാം പിരിഞ്ഞു പോയല്ലോ. അപ്പം ഈ നാല് പറഞ്ഞു ഉപദേശി മോനും കൂടെ ഇനി ഇതിലേ പോകുന്ന പോലെ അദ്ദേഹം പോയി. ഞാൻ എന്റെ പിതാവിന്റെ മെഴുകുതിരി കത്തി കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് ചെറിയ പാടിൽ ചെന്നു. അപ്പം വീടെന്ന് പറയുന്നത് ഈ പുല്ല് മേഞ്ഞൊരു വീടാണ്. അതിന്റെ റൂഫ് പുല്ല, ഈ ഗവൺമെന്റ് ചെറിയൊരു നല്ല വൃത്തിയുള്ള വീട്. രാത്രി ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഈ വീടിന്റെ വരാന്തയിൽ ഒരു 3 പേര് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ സ്ത്രീ കാത്തോട് ഓടിയാൽ പോയി. അപ്പം ഇതില് പ്രായമുള്ള ഒരാൾ പരിമത്തോട് പറഞ്ഞു, എന്റെ ഭാഷ എത്ര നേരമായി ഞങ്ങളുടെ ഭാഷയെ കാത്തോടെ നിൽക്കുന്നത്, എന്താ താമസിച്ചപ്പം പപ്പ വണ്ടിയില്ല, വണ്ടി കിട്ടിയില്ല, ഞങ്ങൾ നടന്നു വരാനൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അകത്തോട്ട് കയറിപ്പോയ ആ മാതാവ് വന്നിട്ട് പറഞ്ഞു വെള്ളം ചൂടാക്കിയിട്ടുണ്ട് കുളിച്ചാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പപ്പ എന്നെ കൊണ്ട് കാലുവിഴും പൊടിയല്ലേ, എന്നെ പപ്പ വെളിക്കൊണ്ട് എന്റെ പുറയില്ല, അത് ബാത്റൂം ഒന്നുമില്ലല്ലോ, ഈ വീടിന്റെ പുറയില്ല. അപ്പൊ അത് തൊട്ടുപുറം വനപ്രദേശം. എന്റെ ഫാദർ എന്നോട് കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഫാദർ, അപ്പൊ ഞങ്ങൾ 2 മുറിയുള്ള ആ മുറിക്കകത്ത് ഒരു കട്ടിൽ, ആ കട്ടിലിന് എന്റെ പപ്പായ്ക്ക് വേണ്ടി ഒരു മെത്തപ്പായ എന്ന് പറയും, മെത്തപ്പായ വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഞാനത് പപ്പ പറഞ്ഞു മോനോട് കിടന്നു, പപ്പ തിരിച്ചു വേണ്ടി ഈ വരാന്തയിൽ ഇതിനോട് വർത്താനം പറയാമോ. അപ്പൊ എനിക്ക് രാത്രികളിലെ അന്ധകാരം, വനത്തിൽ ആരുണ്ടെന്നൊക്കെ പേടിയുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ വെച്ചാല് ഞാനപ്പം ഇവർ വർത്താനം പറയുന്നത് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അതുവരെ ഞാൻ ഈ പിന്നെ ഞാൻ പറഞ്ഞ 3 പേര് പ്രായമുള്ള ആളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അപ്പൊ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ചിട്ട് മോനിക്ക് വന്നിട്ടപ്പോൾ എന്നെ പിടിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ ഇതിന് മോൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. ഒരു കണ്ണ് അങ്ങ് ചാടി നിൽക്കുക, ഈ കണ്ണിന് അപ്പിളങ്ങ് വെളുത്ത അപ്പിളാണ്, ഒരു വിളക്കിന്റെ വെട്ടം നിൽക്കുക, വെളുത്ത അപ്പിള, മുഖത്തെല്ലാം ഒത്തിരി പാട്. ഇത് കണ്ടപ്പോൾ ഞാൻ പതുക്കെ അദ്ദേഹത്തിന്റെ പിടി വിട്ടോണ്ട് പതുക്കെ ഇങ്ങനെ മാറി പപ്പ എടുക്കുവാന്നിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കാൻ പേടിയായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. കുറച്ച് ഞാൻ പതുക്കെ വീണ്ടും ഞാൻ നോക്കി പോയി കിടക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ മുഖം കാണുന്നതല്ല. ഇങ്ങനെ പോയി കട്ടിലേക്ക് കിടന്ന് നേരം വെളുത്ത് എങ്ങനെയോ ഉറങ്ങി നേരം വെളുത്ത് പിന്നെ ഞങ്ങൾക്ക് കിടക്കാപ്പിട്ട് തന്നു. അന്ന് ഉമ്മിക്കരി കിട്ടി പല്ല് തേക്കാൻ പപ്പാനെ വിട്ടപ്പോൾ ഞാനും പല്ല് തേക്കാണ്ട് വിട്ടതുകൊണ്ട് ഇദ്ദേഹം അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം കുറച്ചുകൂടി പേടി കേട്ടോ. അപ്പൊ ഞാൻ പുറകോട്ട് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പന്തി കിടന്നു. അപ്പൊ അത് എന്നെ വിളിച്ചു, എന്താ മോനെ എന്നെ പേടിയുണ്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് യോഹന്നാൻ ഉപദേശിച്ചാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ ആ ചിറ്റാറ് പ്രദേശത്തെ ആദ്യത്തെ പെന്തക്കോസ്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അവര് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. എന്റെ പിതാവ് അവിടെ കിടക്കുന്നത്, അവരാണ് ആദ്യത്തെ പെന്തക്കോസ്തിന്റെ അടുത്ത് IPCയുടെ ആദ്യത്തെ മെമ്പേഴ്സാണ്. അപ്പൊ എന്റെ പപ്പ അന്ന് IPCയിലാണ് സുവിശേഷം ഇവിടെ ചെയ്യുന്നത്. അപ്പോഴ് പിന്നെ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ എന്റെ മുഖം കൊണ്ടുള്ള എന്റെ മുഖം കൊണ്ട് പേടിക്കൊന്നും വേണ്ട മോനെ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞ് എന്നെ മനസ്സിലായത്, പണ്ട് ഈ ദളിതരുടെ അല്ലെങ്കിൽ അൺടച്ചബിൾ കാസ്റ്റിനിടയിൽ പിന്നെ സുവിശേഷ പ്രവർത്തനം ചെയ്തൊരു ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പൊയ്യ യോഹന്നാൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തന നിമിത്തമാണ് ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ച കാലം മുതൽ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഇടയിൽ സുവിശേഷങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെ IPCയുടെ വേല ആരംഭിച്ചപ്പോൾ പപ്പായുമായിട്ട് ഐക്യപ്പെട്ട് പപ്പായ്ക്ക് അവർ ഷെൽട്ടർ കൊടുക്കുന്നത്. ആ കുടുംബമൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല, അന്ന് കണ്ടതല്ലാതെ അവരെ കുറിച്ച് ഒരു ഓർമ്മ എനിക്കില്ല, ആ സ്ഥലം പോലും ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കഥ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് കുടികളെന്ന് പറയും ഇവരുടെ ഗ്രാമത്തിൽ. കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 വീട് ഒന്നിച്ച് താമസിക്കുന്നു. വനത്തിന്റെ പിന്നെ സമീപത്തായിട്ടായിരിക്കും. വനത്തിൽ നിന്ന് പോയി പിന്നെ വിറകുകളൊക്കെ വറക്കുക, പിന്നെ അതുപോലെ മറ്റു വീടുകളിൽ പോയി പണി ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. അപ്പൊ ഈ കുടിയില് മസൂരി എന്ന് പറയും, സ്മോൾ ഹൗസ് പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പം ഇവരെ സൂക്ഷിക്കാൻ ആരുമില്ല. പിന്നെ ഇപ്പം ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ വിട്ടിട്ടങ്ങ് പോവുക. കാര്യം ആരും അടുക്കത്തില്ല. തീർച്ചയായിട്ടും അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരിന് ഇത് വരും. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഒന്നിലും മരണം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, കണ്ണുകൂട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. അതിന് മരുന്നുമില്ല. അന്നത്തെ കാലത്ത് പ്രാർത്ഥന, പിന്നെ ഈ ചില ഹൈന്ദവ അമ്പലങ്ങളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഒരു മരുന്നില്ല.
അങ്ങനെ അനേകരെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഇദ്ദേഹം താമസിക്കുന്ന കുടിയിൽ നിന്ന് കുറെ അകലെ ഒരു കുടിയിൽ ഭയങ്കരമായിട്ട് മരണം നടക്കുക. അപ്പൊ ആരും സഹായിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു അവിടെ പോയി അവരെ സൂക്ഷിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു 3 ചെറുപ്പക്കാര്, ഇദ്ദേഹം വേറെ 2 ചെറുപ്പക്കാരും കൂടെ കൂടി ഇതൊക്കെല്ലാം കഴിച്ചാൽ വേറെ ഞാൻ കുടി പോവാണ്, നീ എന്നെ വെച്ച് പ്രാർത്ഥിച്ച എന്നും പറഞ്ഞ് വീട്ടുകാരൊക്കെ തടഞ്ഞിട്ട് അദ്ദേഹം ആ കുടി പോയി. ആ കുടി പോയി അവരുടെ ഇടയിൽ ചെല്ലുന്ന പറഞ്ഞാൽ ഈ രോഗം അങ്ങോട്ട് പടർന്നു പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അനേക വീടുകളില് കഞ്ഞി കുടിക്കുക, പട്ടിണിയാണ്. പട്ടിണിയോടൊപ്പം തന്നെ ഒന്നും കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒന്നാമത് സമീകൃത ആഹാരമില്ല, ശരീരത്തിന് ഇമ്മ്യൂണൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ രോഗം പടർന്നു പിടിക്കുക. അപ്പൊ അദ്ദേഹം ആ വീടുകളിൽ ചെന്ന് കഞ്ഞി വെച്ച് കൊടുക്കുക, പിന്നെ ഇവരുടെ മുറിവുകളെ കഴുകി കിട്ടുക, അങ്ങനെ ചെയ്യുക. കഴുകി കിട്ടിയ കൂട്ടത്തില് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ 2 പേർക്കും ഒരാൾ മരിച്ചു, ഒരാളോടനെ മരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് അന്ന് മരിക്കുമ്പോൾ കുഴിച്ചിടാനായിട്ട് ശവപ്പെട്ടിരുന്നില്ല. ഈ നമ്മുടെ പിന്നെ കോക്കനട്ട് ട്രീ ഇല്ലേ, ഓല എന്ന് പറയാം, ഓല ഇങ്ങനെ നൂർത്തിട്ടിട്ട് ഓലയുടെ നടുക്ക് ബോഡി വെച്ചിട്ട് ഈ ഓലയുടെ കണ്ട് കെട്ടിയിട്ട് കൊണ്ട് കുഴി വെച്ച് കൊണ്ടിടുക. അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇദ്ദേഹത്തിന് മസൂരി വന്നപ്പോൾ ഇദ്ദേഹം കൂട്ടിൽ അത് പറഞ്ഞ് എന്നെ ആരും നോക്കാൻ പറ്റണ്ട, അദ്ദേഹം പ്രാർത്ഥനയോട് അത് പറഞ്ഞു. ദൈവത്തിൽ ആശ്രയിച്ചു. പക്ഷെ തനിക്ക് ശരീരത്തെല്ലാം വന്ന് തന്റെ കണ്ണിൽ കണ്ണിൽ മുഖത്തും എല്ലാം വന്ന് തന്നെ വളരെ കൂടിയ ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതെ മലന്ന് കിടന്നു. അവസാനം പിന്നെ തന്റെ സുഹൃത്ത് തനിക്ക് കഞ്ഞിവെള്ളമാണ് കൊടുത്ത് മരണത്തോളം ആയതാണ്. എന്നാൽ ദൈവം അദ്ദേഹത്തെ വിളിച്ചു. അപ്പം ആ കാലങ്ങളിലും തന്റെ സ്വന്തം ജീവനെ പോലും പിന്നെ കാര്യമാക്കാതെ ഇങ്ങനെയുള്ളതായ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചതായ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകം നിൽക്കുന്നത്. അപ്പൊ അന്നത്തെ അതുപോലുള്ള പാൻഡമിക് ഡിസീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ജലദോഷം പോലെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും പിന്നെ ഇന്ത്യയിലും ഒക്കെ ഉള്ള ആ കോവിഡിന്റെ പിന്നെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത്രയും മോർട്ടാലിറ്റി റേറ്റ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പിടിച്ച് പ്രാർത്ഥിക്കുന്നല്ലാതെ എനിക്ക് മറ്റൊന്നും എനിക്ക് ഈ ഗവൺമെന്റ് പറയുന്നത്, അതായത് ഡോക്ടർമാര് നഴ്സുമാര് എല്ലാം പ്രൊഫഷണൽസ് അഡ്വൈസ് ചെയ്യുന്ന പോലെ ഇന്നത്തെ കാലത്ത് ദൈവം സഹായിച്ച എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നമുക്ക് ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരിക്കാം. ഒരുമാതിരിപ്പെട്ട ജോലിയും വേലയുള്ളവർക്ക് കുറച്ചാൾ വെളിയിൽ പോയി ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പോലെ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് വന്ന ആൾക്കാർ ഗവൺമെന്റ് എന്തെല്ലാം വിസിറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് പറയുന്നത് നമ്മൾ അനുസരിക്കുക. പിന്നെ കഴിവതും ആവശ്യമില്ലാതെ വെളിയിൽ പോകരുത്, പബ്ലിക് കോണ്ടാക്ട് പോകരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മാസ്ക് ഉപയോഗിക്കുക, പിന്നെ കൈ ഗ്ലൗസ് ഇടുക, കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 80% നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ അതല്ല കെയർലെസ് ആയിട്ട് നടക്കുന്നവർക്ക് ഈ അസുഖമല്ല ഏത് അസുഖത്തിനും പോയാലും പിന്നെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് അത്ര പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഡാഡി ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഡാഡി ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലയളവിൽ ജനിച്ച ഒരാളാണ്. അതായത് ഡാഡി ജനിച്ചത് 60s. ആൻഡ് ദാറ്റ് ടൈം മോർ ലൈക്ക് ആൾക്കാരെല്ലാം കൂടുതൽ നേച്ചർ ബൗണ്ട് ആയിരുന്നു, പ്രകൃതിയോട് അനിവാര്യമായ ഒരു ജീവിതമായിരുന്നു. അപ്പം ഡാഡിയുടെ കണ്ണിന് മുന്നിൽ തന്നെയാണ് ഡാഡി ഈ ലോകം ഇംപ്രൂവ് ചെയ്യുന്നത് കണ്ടത്, അല്ലെ? നൗ ദാറ്റ് ഒത്തിരി ഡിഫറെന്റ് ആണ് ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ എല്ലാരും എവരിബഡി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിജിറ്റൽ വേൾഡ് നൗ. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. സോ ഇപ്പൊ ഡാഡി തിരിഞ്ഞു നോക്കുമ്പോൾ ഡു യു തിങ്ക് അതായിരുന്നോ നല്ലത്, ഇപ്പൊ ആണോ നല്ലത്? Was it living in that ആ കാലയളവിൽ ജീവിക്കുന്നതാണ് നല്ലത്, ഇപ്പോഴാണോ നല്ലത്? How can you come there? Like, what do you think about it? ഞങ്ങളുടെ ജീവിതം കഷ്ടം നിറഞ്ഞതായിരുന്നു, കഷ്ടമുണ്ടായിരുന്നെങ്കിലും അത് ഞങ്ങളെ ധീരന്മാരാക്കി. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാനായിട്ട് കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളാണ്. ഇന്നത്തെ പോലെ പിന്നെ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ നടന്നിട്ടുള്ളതോളം എന്റെ ചെറുപ്പത്തിൽ യാത്രകളൊന്നും നടക്കുക. ഞാൻ തടിയൂർ എന്ന സ്ഥലത്താണ് ജീവിച്ചത്. അവിടുന്ന് കോഴഞ്ചേരിക്ക് നടക്കുക, വെണ്ണിക്കുളത്ത് നടക്കാന്ന് പറയുന്ന ഒരു നോർമൽ കാര്യമാണ്. അതാണ് ലൈൻ ബസ് എന്ന് പറഞ്ഞാൽ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ആ 2 മണിക്കൂർ നമുക്ക് ഇന്ന സ്ഥലത്ത് എല്ലാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നടന്നാ പോയിട്ടത്. പിന്നെ വീട്ടിലാണെങ്കിൽ എന്റെ വീട്ടിൽ 8 കിണർ വെട്ടി, 8 കിണറിലും വെള്ളമില്ല. അതുകൊണ്ട് എന്റെ റുട്ടീനായിരുന്നു രാവിലെ പോയിട്ട് പിന്നെ നമ്മളൊരു 2 ഫർലോങ് അല്ലെങ്കിൽ ഒരു 5 മീറ്റർ ദൂരമുള്ള സ്ഥലത്താണ് വെള്ളം കോരേണ്ടി ഒരു കിണറുള്ളത്. ആ കിണറ്റിൽ പോയി വെള്ളം കൊണ്ടുവരിക. ഒരു പ്രാവശ്യം വെള്ളം പോയി കൊണ്ടുവരുന്ന ഒരു നടയാണ് പറയുന്നത്. അങ്ങനെ 5 നട വരെ രാവിലെ എഴുന്നേറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് സ്കൂളിൽ പോകുന്നു. പിന്നെ ഞങ്ങൾ പശുവിനെ വളർത്തുക, പശുവിനെ പരിപാലിക്കുക,
പുല്ല് പറിക്കുക. പഠിത്തം എന്ന് പറയുന്നത് സ്കൂളിൽ വല്ലതും കേട്ട് പഠിക്കുന്നല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ട്യൂഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അന്നത്തെ കാലത്ത് മാത്രമല്ല 10th 10th സ്റ്റാൻഡേർഡില് തോക്കുക എന്ന് പറയുന്നത് ഒരു കോമൺ. ഞങ്ങൾ തോറ്റൊരു 10-25 പേര് തോറ്റൊരു കാണും, ജയിച്ചൊരു 5-6 പേര് കാണും. അവര് ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത് ഭയങ്കര ഹീറോ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവിതം പഠിച്ചാണ് വന്നത്. ഇപ്പം ഈ നമ്മുടെ പാഠ്യേതര വിഷയങ്ങളെക്കാൾ ഇപ്പം ഈ സിലബസിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ജീവിതത്തെ പഠിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ താമസിച്ച വീടെന്ന് പറയുന്നത് ഒരു തറവാട് വീടാണ്. ഒരു പിന്നെ 6 നിലയുള്ള വീടെന്ന് പറയും പണ്ടത്തെ കാലത്ത്, 6 നില വീട്. അപ്പൊ അതിനകത്ത് 2 മുറിയുള്ള വീടിനകത്ത് എൻ്റെ അപ്പച്ചൻ്റെ മക്കള്, എൻ്റെ അമ്മ, നമ്മുടെ അനിയത്തി, ചേട്ടത്തിമാര്, അവരുടെ മക്കളെല്ലാം ഭയങ്കര വേളമാകാത്ത അങ്ങനെ ഒരു. അപ്പം ഒന്നാമത്തെ കാര്യം, എൻ്റെ അമ്മ എന്നെക്കാൾ കൂടുതൽ കരുതുന്നത് എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മക്കളെയായിരിക്കും. അപ്പം നമ്മൾ കണ്ടു വളരുന്നെന്ന് പറഞ്ഞാൽ കരുതല, മനസ്സിലായാലും. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും അതങ്ങനെയല്ല. പരസ്പരം ഇപ്പം അവരുടെ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് പിന്നെ എനിക്ക് കഴിക്കാനില്ലെങ്കിലും കൊടുക്കാനുള്ള. പിന്നെ കൂടാതെ ഒരു വിരുന്നുകാരൻ വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ, ചിലപ്പോൾ കാപ്പിപ്പൊടി കാണും, പഞ്ചസാര കാണുന്നത്. ഷാജി പോയി 2 സ്പൂൺ പഞ്ചാര വാങ്ങിച്ചു വരാൻ പറയും. അപ്പൊ നമ്മൾ വളരെ അയലോക്കത്ത് പോയിട്ട് 2 സ്പൂൺ പഞ്ചാര വാങ്ങും. അവര് കുറച്ച് കഴിയുന്ന അവരിങ്ങോട്ട് കാപ്പിപ്പൊടിക്ക് വരും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊടുത്തും വാങ്ങിച്ചും ജീവിച്ച ജീവിതം. അപ്പം അന്ന് പരസ്പര സഹകരണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആർക്ക് സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം കഴിവിട്ട് ജീവിക്കാന്ന് പറയുന്ന ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ തമ്മിൽ പരസ്പര സഹകരണവും സ്നേഹവും. പിന്നെ എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു. ഒരു എങ്ങനെ ഇപ്പം എല്ലാം കൈകൊണ്ട് ചെയ്യണമല്ലോ. കൃഷിപ്പണി കൈകൊണ്ട് ചെയ്യണം, വെള്ളം കോരണം, പിന്നെ അരയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് ഓർമ്മ അടുക്കള അരയ്ക്കുന്നത്, ഞാൻ അരയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ അരകലിനകത്ത് ഇങ്ങനെ വെച്ച് അരയ്ക്കാൻ തുറന്നേ ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ അരയ്ക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് അരയ്ക്കുന്നുണ്ട്, ഇത് നേരെ അരയ്ക്ക് വിളിക്കും. പിന്നെ 2ാമത് തേങ്ങ തിരുമ്മിക്കൊണ്ട് അരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ഗ്രൈൻഡർ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൈൻഡർ ഓടാൻ കഴിയുമ്പോൾ അരഞ്ഞു കഴിയും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അരച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പം ജീവിതത്തിന്റെ എല്ലാ എവരി ആസ്പെക്ട് ഓഫ് ദ ലൈഫില് മെക്കാനിക്കൽ നമ്മൾ ചെയ്യണമായിരുന്നു. തുണി നനയ്ക്കാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആഴ്ച ഒരു പ്രാവശ്യം തുണി നനയ്ക്കുന്നത്. ആകെ 2-3 ജോഡി തുണിയെ കാണത്തുള്ളൂ, 2 ജോഡി തുണിയെ കാണത്തുള്ളൂ. അപ്പൊ മാക്സിമം ഇട്ട് വേഗത്തിന് ശേഷം ചിലപ്പോ ഈ നമ്മുടെ മൺസൂൺ ക്ലൈമറ്റ് ആണല്ലോ, ഈ ഭാഗത്തൊക്കെ ഒരു ഡോട്ട് ഉണ്ട്, കരിപ്പൻ അടിക്കാന്ന് പറയും, ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പൊ മിക്കവാറും വെള്ള തുണിയെല്ലാം നോക്കിയാൽ ഇത് കാണും. കാര്യം അന്ന സമയത്ത് നനയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചിരുന്നു. ആ തുണിയൊക്കെ ധരിച്ച്, ആ തുണി നനയ്ക്കുന്നത് എങ്ങനെയാ, തുണി കൊണ്ടുവന്നിട്ട് ആദ്യം അമ്മ ഒരു വെസലെടുക്കും, കോപ്പർ വെസലിനകത്ത് ഇതും കൂടെ വെച്ചിട്ട് നമ്മുടെ ഈ തീയത്ത് വെച്ച് പുഴുങ്ങും. പുഴുങ്ങി കഴിയുമ്പോഴാണ് അതിന്റെ ഇത് കുറച്ച് ഇതും വാരിക്കൊണ്ടിട്ട് അടുത്തുണ്ടെങ്കിൽ ആറ്റിപ്പോയി നനച്ചിട്ട്, ആ നനച്ച് പ്രത്യേകിച്ച് വെള്ളത്തുണിയൊക്കെയാണ് പുല്ലില് ഇട്ടിട്ട് അത് വെള്ളം തളിച്ച് ഒത്തിരി പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ ഇത്രയും കഷ്ടമാണ് ഒരു തുണി നനയ്ക്കുക. അപ്പൊ അങ്ങനെ എല്ലാ ജീവിതത്തിലെ എല്ലാ തൊഴിലിനും ശാരീരികമായ ഭയങ്കര അധ്വാനം ഉണ്ട്. കൃഷിപ്പണി ചെയ്യുന്നതിന് കൂടുതൽ ആൾക്കാർ ഹെൽത്തി. ഒരു കാര്യമുണ്ട്. ഇപ്പം പിന്നെ പണ്ടത്തെ കാലത്ത് 60 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ആളിനെ കണ്ട 60 വയസ്സിന്റെ ആ ഏജ് തോന്നിപ്പോയായിരുന്നു. നരച്ച തലമുടി, ചുളുങ്ങിയ തൊലി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മള് 60-70 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മള് ഗ്ലാമർ നിലനിർത്താൻ പറ്റും, മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുകൂടാതെ നടന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എന്റെ ചെറുപ്രായത്തിൽ അമ്മ പറയുന്നത് നടന്നു പോകാൻ ഞാനും എൻ്റെ ഒരു പിന്നെ കസിൻ ബ്രദർ ആരും കൂടി ഞങ്ങൾ നടന്നു പോകും. അപ്പൊ അതുകൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങളെ സംബന്ധിച്ച് ഏത് വലിയ പ്രോബ്ലം വന്നാലും അതിനെ സഹായിക്കാനുള്ള കഴിവുണ്ട്. ഒരു ദിവസം ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെ പോലെ കുട്ടികൾക്ക് 2 ദിവസം ആഹാരം ഇല്ലെങ്കിൽ നിങ്ങളുടെ മനം പഠിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അന്നത്തെ കാലത്ത് AC ഒന്നുമില്ല. പക്ഷെ നേരം വെളുക്കുമ്പോഴും നല്ല തണുപ്പ്. ഞങ്ങൾ മലയേറിയാണെങ്കിലും സന്ധ്യ നേരം വെളുക്കാറാകുമ്പോഴും നല്ല തണുപ്പുണ്ടാവും. അപ്പം ഞങ്ങൾ പ്രകൃതിയുടെ ചൂടും തണുപ്പും മഴയും കാറ്റും എല്ലാം കൊണ്ട് ജീവിച്ചു വരാം. ഇവിടെ ഞാൻ ഈ ഖത്തറിൽ വന്ന സമയത്തും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പൊ ഇപ്പം കുറെ ജീവിതത്തിൽ കുറെ സുഖങ്ങളുണ്ട്. കാര്യം നല്ല കാറുകളുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ എന്റെ ബാല്യകാലം നോക്കുമ്പോൾ സ്ലേറ്റും പെൻസിലും എന്ന് പറയും. അതാണ് ആദ്യത്തെ സംഭവം. ആദ്യം ഞങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ആശാൻ പള്ളിക്കൂടത്തിൽ വിടും. ഒരു ആശാൻ കാണും, ഒരു ഇപ്പോൾ നിലത്തെഴുത്തെന്ന് പറയും. ആദ്യം തുടർന്ന് പിന്നെ ഇത് പ്രത്യേകിച്ച് ഈ വിദ്യാരംഭത്തിന്റെ ദിവസമുണ്ട്, ഇവർക്ക് മഹാനവമി എന്ന് പറഞ്ഞ ദിവസം. ആ ദിവസങ്ങളിലാണ് നിലത്തെഴുത്തിരിക്കുന്നത്. അപ്പൊ ഈ ആശാനെ മടി കൊണ്ട് കൊടുക്കും. അപ്പൊ അവര് നാക്ക് നീട്ടിട്ട് നാക്കില് ഹരീശ്രീ ഗണപതായ ഹരീശ്രീ എഴുതും. അപ്പൊ ഹരീശ്രീ പോലെ എഴുതിയിട്ടുള്ള ചോദിക്കും പഠിക്കാത്ത പിള്ളേർ. അപ്പൊ ഈ ഒരു നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന ആശാനോ ആശാട്ടി ആയിരിക്കും പുള്ളിക്കാരുടെ ആയിരിക്കും ആരും ഭയങ്കര കഠിന ശിക്ഷണമാണ്. ഈ ഓലെന്ന് പറയുന്ന ഈ പാം ട്രീ ഇല്ലേ, പാം ട്രീ ലീവ് ഉണങ്ങിയതിന് ശേഷം അത് ഓലെന്ന് പറയുന്നത്. ആ ഓല ഇങ്ങനെ ഓരോ പ്രാവശ്യം ആ മുതൽ ആ ഈ ഊ അത് പിന്നെ വ്യഞ്ജനാക്ഷരം കായ്ക്ക ചായച്ച. ഇതെല്ലാം ആദ്യത്തെ പാഠത്തിനകത്ത് ആ എഴുതുന്നത്. അതെന്ന് പറഞ്ഞാൽ മലയാള ലിപി ആ വലിയ പാടാണ്. ഈ കുഞ്ഞു കല്ലുകൊണ്ട് നിലത്ത് നല്ല ഈ സോഫ്റ്റ് മണ്ണിട്ടിരിക്കുക സാൻഡ് ആ എഴുതും. തെറ്റിക്കുന്നതന്നെ പിന്നെ ആശ കൈ പിടിച്ച് എഴുതും. കുറെ എഴുതി തെറ്റിച്ച പിന്നെ അട്ടി പിടി പിച്ച തല്ല് ഇതൊക്കെയാ. ചുരുക്കം പറഞ്ഞാൽ കരച്ചിലും ബഹളം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എഴുതും. അപ്പൊ ആ അന്ന് പഠിപ്പിക്കുന്നതെല്ലാം അത് ആ എഴുതി. അത് നാരായൺ എന്ന് പറയും, ഒരു ഷാർപ്പ് ചെയ്തൊരു പിന്നെ ഒരു അയൺ സ്റ്റിക്കാണ്. അതൊരു ആ, അത് വളരെ പ്രയാസപ്പെട്ടു. ആ പിന്നെ ആ ഈ ഇതെല്ലാം എഴുതി നമുക്ക് തരും. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് ഇത് തന്നെ എഴുതണ്ട. ഇങ്ങനെയാ മലയാള അക്ഷരം പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നിലത്തെഴുത്ത് പഠിച്ച് അക്ഷരം എല്ലാം അറിയാവുന്ന ഒരാളെയാണ് കൊണ്ടുവന്ന് LP സ്കൂളിൽ കൊണ്ട് ചേർത്തത്. അപ്പൊ നമ്മൾ അങ്ങനെ LP സ്കൂളിൽ കൊണ്ട് ചേർത്ത്. LP പിന്നെ UP അപ്പർ പ്രൈമറി സ്കൂൾ, അപ്പർ പ്രൈമറി ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായി കഴിയുമ്പോഴത്തേക്ക് തന്നെ വലിയ ആളായി. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ തന്നെ ഒരുമാതിരി കേരളത്തിലെല്ലാം ഉണ്ടായിരുന്ന സംഭവം ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും പഠിപ്പിക്കും. ഷോർട്ട് ഹാൻഡ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിപ്പിച്ച് അതിന്റെ ലോവറും ഹയറും പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ പാസ് വലിയ മുടക്കൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് എനിക്ക് 20 രൂപയാകുന്നു ഒരു മാസം. 20 രൂപയാണ് ഈ ടൈപ്പ് റൈറ്റിംഗിന്റെ ഫീസ്. ഷോർട്ട് ഹാൻഡിലൂടെ 15 രൂപ കൂടും. എന്നെ പോലത്തെ ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്, ഷോർട്ട് ഹാൻഡിൽ വിട്ടുകളെ. അപ്പൊ ഇത് പഠിച്ചിട്ട് അന്ന് ബോംബെ പോകും. ബോംബെക്കാണ് പോകും. ബോംബെക്ക് പോകും. പിന്നെ എനിക്കൊരു എനിക്കൊരു ഓർമ്മയായപ്പോഴത്തേക്ക് ഗൾഫിന്റെ കാലമൊക്കെ തുടങ്ങി. എന്നാലും പിന്നെ ബോംബെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ആൾക്കാർക്ക്. അപ്പൊ ഏതായാലും ജീവിതം ഉണ്ടല്ലോ അന്ന് പിന്നെ കഷ്ടമാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര കമ്പനിയാണ്, ആടി പിടി. ഞങ്ങള് പറഞ്ഞ കളിയെല്ലാം നിങ്ങളുടെ കൂട്ട് പിന്നെ ഗാഡ്ജറ്റ് വേണ്ടി കളിക്കുകയല്ല. ഞങ്ങൾ സാറ്റ് കളിക്കുക, കടിച്ചാട്ടം കളിക്കുക, പിന്നെ കിളിത്തട്ട് കളി, പല കളികളുണ്ട്. പിന്നെ അതുപോലെ ഈ പന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തുകളി പല രൂപത്തിലുള്ള കളികളുണ്ട്. ഈ കളികളെല്ലാം കളിക്കുക. അപ്പൊ രാവിലെ മുതൽ സന്ധ്യ വരെ ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. ഇരുട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എല്ലാവരും വീട്ടിൽ കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃത്യമായിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് അപ്പൊ വല്യപ്പച്ചൻ വന്നിരിക്കും. വല്യപ്പച്ചൻ കുളിച്ച് വന്നിരിക്കും. ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കി ഏറ്റവും ചെറിയ സംഗീതനം വായിച്ചോളാം. സംഗീതനം വായിച്ചു. അപ്പൊ ഏതാന്ന് അപ്പൊ മിക്കവാറും വായിക്കുന്നത് എന്തെങ്കിലും ചെറിയൊരു സംഗീതമായി. സംഗീതനം വായിച്ചു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി അപ്പച്ചനെ ഈ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് അന്നേരം ഞങ്ങള് സാരോപദേശം പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പറയും, നിങ്ങളൊരു പ്രായമുള്ള ആൾ വന്ന് എഴുന്നേക്കണം. എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവം നിങ്ങളെ. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒത്തിരി മോറൽ വാല്യൂസ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ സൺഡേ സ്കൂളിൽ തന്നെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഇവിടെ വലിയ ബുദ്ധിമുട്ടിയാണ്. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന് വിട്ടിട്ട് കൃത്യസമയത്ത് അധ്യാപനം പഠിത്തം നിർത്തിയില്ലെങ്കിൽ ഈ സൺഡേ സ്കൂൾ അധ്യാപനം കിട്ടുന്ന 2 മണിക്കൂർ ഒരു ആഴ്ച കിട്ടുന്നത്. ബാക്കി അധിക സമയം ഈ കുഞ്ഞ് സ്കൂളിലായിരിക്കും. പിന്നെ വീട്ടിലെ അപ്പനും അമ്മയുമാണ് ആദ്യം കാണിച്ചു കൊടുത്തത് കുഞ്ഞുങ്ങളെ മറ്റുള്ള റെസ്പെക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞാൽ ഞങ്ങള് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ അറിയാതെ എന്നെക്കാളും 1 വയസ്സിന് മൂത്തൊരാളെ പട്ടിന്ന് വിളിച്ചു. പട്ടിന്ന് വിളിച്ചതിന് എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ അമ്മയുടെ ചേട്ടത്തിനോട് പിടിച്ചു. എൻ്റെ അമ്മയുടെ ചേട്ടത്തിനെ പിടിച്ചിട്ട് അമ്മ ഇങ്ങോട്ട് വന്ന് നല്ലൊരു മുള എടുത്തിട്ട് പിടിച്ചു. എന്തിനാണെന്നറിയാമോ? പട്ടി വിളിച്ചത്. അപ്പൊ പിന്നെ പാന്ന് വരുമ്പോ തന്നെ ഈ മുളകിന്റെ അപ്പൊ അങ്ങനെയൊക്കെയാ ഞങ്ങളെ വെള്ളത്തിൽ. അപ്പം കഷ്ടം നിറഞ്ഞ ജീവിതമായിരുന്നു, സന്തോഷമായിരുന്നു. അതുകൊണ്ട് അതിനകത്തോടെ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചു. മനുഷ്യന്റെ അധ്വാനത്തിന്റെ വില എന്തെന്നറിയാം. കഷ്ടപ്പെടും.
പിന്നെ കഷ്ടപ്പെടുന്നതിനെ കാണുമ്പോൾ ഉള്ളിനുള്ളിൽ തന്നെ ഒരു സഹതാപം, ഒരു കഷ്ടമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഞാൻ കിട്ടിയ കാര്യങ്ങളാണ്.